യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വിഷയം വീണ്ടും ആഗോള ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. നിയമ പോരാട്ടത്തിന്റെയും മനുഷ്യാവകാശത്തിന്റെയും പേരിൽ ഒരു ജനതയുടെ പോരാട്ടം വീണ്ടും തുടരുന്ന കഥയാണ് ഇവിടെയും സംഭവിക്കുന്നത്. നിമിഷയുടെ മോചനത്തിനായി അക്ഷീണം പരിശ്രമിക്കുന്ന സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹികൾ ഇന്ന് പ്രവാസലോകത്തോടൊപ്പം ചേരുന്നു. നിങ്ങളിപ്പോൾ സേവ് നിമിഷപ്രിയ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ്റെ പ്രതിനിധികളായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് നിങ്ങൾ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്തതിനെ കുറിച്ച് അറിയില്ല. ഈ കുട്ടിയെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നറിഞ്ഞു. പല രീതിയിലും അവരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നറിയൂ. അല്ലാതെ ഇതിൻ്റെ ഒരു വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു സാധനം എൻ്റെ കയ്യിലില്ല. ഇപ്പോൾ എ പി അബൂബക്കർ മുസ്ലിയാർ ഈ അടുത്ത കാലത്ത് നടത്തിയ ഒരു ശ്രമമാണ് ഏറ്റവും കൂടുതൽ ഫലം കണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം സൂഫി പണ്ഡിതനായിട്ടുള്ള ഹബീബ് ഒമറുമായിട്ട് നടത്തിയ ഒരു പരിശ്രമമാണ് ഇതിൽ കേമായത്. ഹബീബ് ഒമർ കേരളത്തിൽ പല പ്രാവശ്യം വരികയും എ പി അബൂബക്കർ മുസ്ലിയാരുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യുന്ന ഒരു സൂഫി വര്യനാണ്. എ പി അബൂബക്കർ മുസ്ലിയാരും ലോകത്തെമ്പാടും അറിയുന്ന ഇസ്ലാമിക പണ്ഡിതന്മാരിൽ ഒരാളാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലൂടെ അബൂബക്കർ മുസ്ലിയാർ മുന്നോട്ട് വെച്ചത് അതൊരു വലിയ മാനവികതയാണ് എന്നാണ്. ഈ മനുഷ്യരെ രക്ഷിക്കാൻ നമ്മൾ ആവശ്യമില്ലാത്ത പ്രവർത്തികൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നടത്തുന്ന അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തേണ്ട പരിശ്രമങ്ങൾക്ക് പകരം അവരെ എങ്ങനെ അവിടെ കുടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ ഒരാൾ പറഞ്ഞത് അവർ വധിക്കപ്പെടേണ്ടവൾ തന്നെയാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ ഒരു ഇന്ത്യൻ ജനത എന്ന നിലയിൽ നമ്മൾ കാണിക്കേണ്ട ഒരു ജാഗ്രത ഉണ്ടായിരുന്നു. അത് പലരും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിലേക്ക് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടാവുക എന്നെനിക്കറിയാം. ഇനി നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ, എന്താണ് നിങ്ങളിവിടെ വന്നതിൻ്റെ പ്രധാന കാര്യം എന്നുകൂടി ഒന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് അത് കുറേ കൂടി ബോധ്യപ്പെടും. 2019 ലോക കേരള സഭയാണ് ഈ നിമിഷപ്രിയ കേസ് ഇന്നത്തെ നിലയിൽ ലോകത്തെ അറിയിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചത്. അതേവരെ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി യമനിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുകയാണ് എന്നുള്ള ഒരു വിവരവും പുറലോകം അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞത് വളരെ ചുരുക്കം യമനുമായി ബന്ധപ്പെട്ടിട്ടുള്ള 4-5 ആളുകൾ മാത്രമാണ്. 2019 ലോക കേരള സഭ വന്നപ്പോൾ അതിലെ അംഗങ്ങൾ ഒരു ഇടവേളയിൽ ഇരുന്നാണ് ഈ കൂട്ടായ്മ സേവ് നിമിഷപ്രിയ ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നത്. ലോകത്തെ 138 രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗമാണ്. ഇതൊരു മനുഷ്യാവകാശ പ്രശ്നം മാത്രമല്ല, ഒരു മാനവികതയിൽ ഊതിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുക എന്നതായിരുന്നു ഞങ്ങളുടെ ശരിയായ ഉദ്ദേശം. നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. അവരുടെ കുറ്റത്തെ സംബന്ധിച്ചുള്ളൊരു പോസ്റ്റ്മോർട്ടത്തിലല്ല, ഇസ്ലാമിക നിയമപ്രകാരം ഈ ആരോപിക്കപ്പെട്ട കുറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അവളെ രക്ഷിക്കാനുള്ള നിയമപരമായിട്ടുള്ള, അതായത് നിയമപരമായിട്ടുള്ള ശരീഅത്ത് നിയമപ്രകാരമുള്ള 2 അവസരങ്ങളുണ്ട്. ആ 2 അവസരങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവളെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിയത്. അത് 2 അവസരം എന്ന് പറയുന്നത്, ഈ കൊല്ലപ്പെട്ട യുവാവിൻ്റെ കുടുംബത്തിന് നിരുപാധികം നിമിഷപ്രിയക്ക് മാപ്പ് നൽകാം. അത് ഖുർആൻ സൂക്തങ്ങളിൽ പെട്ടിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ബ്ലഡ് മണി എന്ന് പറയുന്നതും ഖുർആനിൻ്റെ ഭാഗമാണ്. ഈ ബ്ലഡ് മണി വാങ്ങിക്കൊണ്ടും കുടുംബത്തിന് നിമിഷപ്രിയക്ക് മാപ്പ് നൽകാം. ഈ 2 കാര്യങ്ങളിലേക്കുള്ള ചുവടുവെപ്പാണ് ഞങ്ങൾ നടത്തിയത്. ഈ ആക്ഷൻ കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ 5-6 വർഷമായി, 6 വർഷത്തിലധികമായി ഞങ്ങൾ രാപ്പകലില്ലാതെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഫലപ്രാപ്തിയിലേക്ക് വന്നിട്ടുള്ളത് ഈ അടുത്ത കാലത്താണ്. അത് കാരന്തൂർ മർക്കസിൻ്റെ കാന്തപുരം ഉസ്താദിൻ്റെയൊക്കെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഒരു നെഗോഷിയേഷൻ ചർച്ച ഡെവലപ്പ് ചെയ്യാൻ, ശരിയായ രീതിയിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു നല്ല ഇടപെടൽ അതിന്ന് ലോകം അംഗീകരിച്ചിട്ടുള്ളതാണ്. ആ വഴിക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ 4 വർഷമായിട്ട് ദില്ലി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഞങ്ങൾ
കേസ് വ്യവഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 3 വർഷം മുമ്പ് കൊടുത്ത ഒരു കേസിൻ്റെ ഭാഗമായിട്ടാണ് നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് ജയിലിൽ മകളെ സന്ദർശിക്കാനുള്ള സൗകര്യം അവരിപ്പോഴും യമനിൽ തുടരുകയാണ്. ആ സൗകര്യം ഉണ്ടാക്കിയത് നമ്മുടെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ ശ്രമപരമായിട്ടാണ്. അതേപോലെ തന്നെ കീഴ്ക്കോടതി വധശിക്ഷ വിധിച്ച നിമിഷപ്രിയക്ക് സുപ്രീം കോടതിയിൽ ഒരു യമനി അഭിഭാഷകൻ്റെ സഹായം ലഭ്യമാക്കിയത് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഇടപെടലിനും നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ആ ഇടപെടലിൻ്റെയൊക്കെ തന്നെ പരിസമാപ്തി അന്ന് നിമിഷപ്രിയയുടെ കീഴ്ക്കോടതി ആ അപ്പീൽ തള്ളി, മേൽക്കോടതി ആ അപ്പീൽ കീഴ്ക്കോടതിയുടെ ശിക്ഷ ശരിവെച്ചു. അവിടുത്തെ പരമാധികാരി പ്രസിഡന്റ് ഈ വധശിക്ഷ അംഗീകരിച്ചു. അതിനുശേഷമുള്ള 2 ഓപ്ഷനാണ് ഈ പറഞ്ഞ ഇസ്ലാമിക നിയമപ്രകാരമുള്ള ദയാവായ്പ കുടുംബത്തിന് ലഭ്യമാക്കാനുള്ള അവസരം ഞങ്ങൾ ചികഞ്ഞ് നടക്കുന്നത്. അതിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അതിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. വധശിക്ഷ ഈ കഴിഞ്ഞ 16-ാം തീയതി, ജൂലൈ 16-ാം തീയതി വധശിക്ഷ നടപ്പാക്കേണ്ടതായിരുന്നു. ആ നടപ്പാക്കേണ്ടുന്ന വധശിക്ഷ തീയതിയൊന്നും പ്രഖ്യാപിക്കാതെ മാറ്റിവെക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ചെറിയ ആശ്വാസം. എന്നാൽ നമ്മുടെ പ്രവർത്തനം ഇവിടെ വെച്ച് നിർത്തുകയല്ല. ഇനി എങ്ങനെ പൂർണ്ണ രീതിയിൽ ഈ മോചനം സാധ്യമാക്കാൻ കഴിയുമെന്നുള്ളതാണ് ആക്ഷൻ കൗൺസിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സജീവ് യമനിലുണ്ടായിരുന്നതാണ്. സിവിൽ വാറിൻ്റെ സമയത്താണ് സജീവ് നാട്ടിലേക്ക് വരുന്നത്. ഈ വിഷയം നടക്കുന്ന സമയത്ത് നിമിഷപ്രിയയിലേക്ക് എത്താനോ സഹായം എത്തിക്കാനോ അവളോടൊന്ന് സംസാരിക്കാനോ പോലുമുള്ളൊരു സാഹചര്യം ഇല്ലാത്ത സമയത്താണ് സാമുവൽ എന്ന് പറയുന്ന ആൾ, ഇപ്പോൾ ഗ്രൗണ്ടിലുള്ള ആൾ, സഹായം എത്തിക്കുന്നത്. സജീവ് അടക്കം സമയപ്രവർത്തന രംഗത്ത് ഇവിടെ കഴിവ് തെളിയിച്ച ബാബു ജോൺ അടക്കമുള്ളവരുണ്ട് അവിടെ. അപ്പോൾ സജീവിന് ഇതിന് കുറച്ചും കൂടി സംസാരിക്കാൻ സാധ്യതയുണ്ട്. 2019-20 കാലഘട്ടത്തിൽ ഞാൻ അവിടെ എൻ്റെ ജോലി ആവശ്യാർത്ഥം യമനിൽ അപ്പോഴുണ്ട്. 2017 തന്നെ ട്രാവൽ ബാൻ വന്നു. 14 സിവിൽ വാർ ആരംഭിച്ചു. കൂട്ടമായിട്ട് പൊതുവേ താരതമ്യേന മലയാളികൾ, ഇന്ത്യൻ കമ്മ്യൂണിറ്റി മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറവുള്ള രാജ്യമാണ് യമൻ. അവിടങ്ങളിൽ നിന്നും കൂട്ടമായിട്ട് ആളുകൾ ഒഴിഞ്ഞു പോകുന്നൊരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. 17 ഉണ്ടായിരുന്ന ട്രാവൽ ബാൻ 20ഓടുകൂടി വളരെ ശക്തമായി ഇമ്പോസ് ചെയ്യാനും തുടങ്ങി. ആ ഒരു ഘട്ടത്തിൽ ആളുകൾ കൂട്ടമായി തിരിച്ചു വരുന്നൊരു ഘട്ടത്തിലാണ് ഈ കേസ് പുറം ലോകം അറിയുന്നത്. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഇവിടുത്തെ ചില മാധ്യമ പ്രവർത്തകർ, ചില മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ എന്നെ നേരിട്ട് വിളിക്കുകയും ഇതിലെങ്ങനെ ഇടപെടാൻ വേണ്ടി കഴിയുമെന്ന് ഇവിടെ ആരായും ചെയ്തു. അത് നോർത്ത് യമനിലാണ്, ഹൂത്തികൾ നിയന്ത്രണമുള്ള, ഇറാൻ്റെ നിയന്ത്രണത്തിലുള്ള നോർത്ത് യമനിലെ സനയിലാണ് നമ്മുടെ നിമിഷപ്രിയ ജയിലിൽ കഴിയുന്നത്. ഞാൻ സൗത്ത് യമൻ്റെ ഇപ്പോൾ നമ്മുടെ GCC രാജ്യങ്ങളിലൊക്കെ നിയന്ത്രണത്തിലുള്ള നേരത്തെ ഉണ്ടായിരുന്ന ഭരണകൂടം തുടരുന്ന ഒരു അവസ്ഥയുള്ള സൗത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പം അവിടെ അക്കാലത്തൊക്കെ യാത്ര വലിയ ദുഷ്കരമായിരുന്നു. നോർത്തിലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. വഴിയിലൊക്കെ പ്രത്യേകിച്ച് ഞാനൊരു US കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നേരിട്ട് അവിടെ എത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ തൊഴിലെടുക്കുന്ന ഓയിൽ കമ്പനിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ധാരാളം ആളുകൾ ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടങ്ങളിലൊക്കെ അവരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഏതൊക്കെ രീതിയിൽ ഇടപെടാൻ വേണ്ടി കഴിയും എന്നുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തി. അപ്പോൾ ഈ ഇത് നടന്ന് വിധിയൊക്കെ വന്ന ഒരു പശ്ചാത്തലമായതുകൊണ്ട് സ്വാഭാവികമായിട്ട് വലിയ തരത്തിലുള്ളൊരു സോഷ്യലായിട്ടുള്ളൊരു വലിയ എജിറ്റേഷൻ ഇതിനെതിരായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ കുടുംബത്തിലേക്ക് എത്തിക്കുന്നതിനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളെ കണ്ടെത്തുന്നതിന് പോലും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് കുട്ടി നിമിഷപ്രിയ ഉള്ളത് നോർത്ത് യമനിലാണ്. നോർത്ത് യമനിൽ അവരൊരു ഹൂത്തികൾ ഭരിക്കുന്നത്. അവരൊരു നഴ്സായിരുന്നു. നഴ്സായ ശേഷം 2014 അവരൊരു പുതിയൊരു ക്ലിനിക്ക് സ്വന്തമായി ആരംഭിക്കുകയാണ്. ഭർത്താവും മകളൊക്കെ അവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പം ആരംഭിച്ച സമയത്താണ് സിവിൽ വാർ ആരംഭിക്കുന്നത്. അപ്പോൾ വലിയൊരു തുക അവിടെ ഇൻവെസ്റ്റഡ് ആയി പോയിരുന്നു അവരപ്പോഴേക്കും. അവിടെ സ്വാഭാവികമായിട്ട് അവിടുത്തെ നിയമം അനുസരിച്ച് അവിടെ നിന്നുള്ളൊരു സ്വദേശ കൂടി ഉണ്ടാവണം പാർട്ട്ണറായിട്ടെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയാണ് ഇവർ ഈ ബന്ധം ആരംഭിക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ളതാണ് ഈ കൊലപാതകം ഉണ്ടാവുകയും അങ്ങനെ നിമിഷപ്രിയ അവിടെ ജയിലിലാവുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കാര്യമായ ഒരു കമ്മ്യൂണിക്കേഷനും സാധ്യമല്ലാത്തൊരു അവസരത്തിലാണ് ഇവർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിലാവുകയും ജയിലിൽ പോലും അവർക്ക് ജയിലാവുമ്പോൾ കൃത്യമായ നിയമസഹായം കൃത്യമായി ലഭിച്ചില്ല. അതൊരു വേറൊരു വിശാലാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ സിവിൽ വാറിൻ്റെ ഒരു ഇര കൂടിയാണ് അവർ. ഇത്തരം ആഭ്യന്തര യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് പ്രവാസി ഇത്തരം പ്രശ്നങ്ങളിൽ കുടുങ്ങിപ്പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് സത്യത്തിൽ നിമിഷപ്രിയ.
അവർക്ക് വിധി വന്നതിന് ശേഷമാണ് വിധി ഉണ്ടായ വിവരം പോലും പലപ്പോഴും അറിഞ്ഞത്, പല കാര്യങ്ങളും അറിഞ്ഞത്. അപ്പോൾ അതിനുശേഷമാണ് ആക്ഷൻ കൗൺസിൽ 19 ശേഷം 20 വളരെ സജീവ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചതിന് ശേഷം ലോകത്തെ ഏകദേശം 38ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ലോകകേരള സഭയുടെ, പ്രധാനമായും ലോകകേരള സഭ അംഗങ്ങളുടെ നേതൃത്വത്തിൽ അല്ലാത്ത ആളുകളും ഉണ്ട്, ധാരാളം ആളുകളുണ്ട്. നേരത്തെ തന്നെ നിമിഷപ്രിയയുടെ പ്രശ്നത്തിൽ ഇടപെട്ടിരുന്ന ചില ആളുകളും പത്രപ്രവർത്തകരൊക്കെ ആയിട്ട് ആളുകളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. വലിയ അതിവിപുലമായ ഒരു പക്ഷേ ലോകത്തെ ഇത്തരത്തിലൊരു ആളുകളെ മോചിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ മലയാളികൾ എത്ര ഉണ്ടാവും? യമനിൽ ഇപ്പം വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, ഒരു 1000 ഒക്കെ താഴെ ആളുകൾ താഴെയുണ്ട്. അത് തന്നെ അനധികൃതമായി നിൽക്കുന്നത്. നോർത്തിലാണോ? നോർത്തിലും സൗത്തിലാണ് കൂടുതലുള്ളത്. സന നോർത്തിലാണ്. ഈ സൗത്തിൽ ആണ് ഓയിൽ ഫീൽഡൊക്കെ ഉള്ളത്. അപ്പോൾ ഓയിൽ ഫീൽഡിൽ ബേസ് ചെയ്തുകൊണ്ടാണ് ഇപ്പം കൂടുതൽ ആളുകളും പ്രവർത്തിക്കുന്നത്. അത് നേരിട്ട് വരുന്നതല്ല, മറ്റേതെങ്കിലും മിഡിൽ ഈസ്റ്റ് കൺട്രീസിലോ ആഫ്രിക്കൻ കൺട്രീസിലോ പോയി ആ കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഡെപ്യൂട്ടേഷൻ പോലെ ഇങ്ങോട്ട് വരുന്നതാണ് പല കമ്പനികളിലും ഇപ്പം നടക്കുന്നത്. ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രധാന വസ്തു എന്ന് പറയുന്നത് ലോകത്തെ പ്രധാനപ്പെട്ട അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങൾ അവിടത്തേക്കുള്ള ട്രാവൽ ബാൻ എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഇന്ത്യ പോലുള്ള 1-2 അപൂർവം രാജ്യങ്ങളിൽ മാത്രമേ ഇപ്പോൾ ട്രാവൽ ബാൻ നിലനിൽക്കുന്നുള്ളൂ. അപ്പോൾ വലിയ തൊഴിൽ സാധ്യതയുള്ള മേഖലയാണ്. അപ്പോൾ ഈ സംഘർഷം നിലനിൽക്കുന്നുണ്ട് എങ്കിലും നേരത്തെ ധാരാളം ആളുകൾ തൊഴിലെടുത്തിരുന്ന, മലയാളികളും ഇന്ത്യക്കാരും തൊഴിലെടുത്തിരുന്നൊരു മേഖലയാണ്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ആളുകൾ തൊഴിലെടുത്തിരുന്നൊരു മേഖലയാണ്. അവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രശ്നം വലിയ രൂക്ഷമായിട്ട്. അത് ഞാനതിൻ്റെ വേറൊരു വശമാണ് പറഞ്ഞത്. അപ്പോൾ നിമിഷപ്രിയ ഇത്ര വിപുലമായൊരു മോചനത്തിന് വേണ്ടിയുള്ള ശ്രമം, ഇത്രയേറെ ആളുകൾ പങ്കാളിത്തത്തോടുകൂടി ഇത്ര കാലം നീണ്ടുന്നൊരു മോചന ശ്രമം ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. നമുക്കിപ്പോൾ ഈ വിഷയം ലോകശ്രദ്ധ ആകർഷിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം സത്യം പറഞ്ഞാൽ മലയാളികളുടെ ഭാഗത്താണ് നമുക്ക് കിട്ടുന്നത്. അതേസമയം യമനികൾ, ഈ വസ്തുത ഉസ്താദ് വഴി അറിഞ്ഞിട്ടുള്ള യമനികൾ പലരും അവരുപയോഗിക്കുന്ന വാട്സപ്പിലും ഫേസ്ബുക്കുകളിലും അവരെഴുതുന്ന കമൻറ്റുകൾ ഭയങ്കരമായ അനുകൂലമായിട്ടാണ് കാണുന്നത്. നിമിഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മോചനത്തിന് വേണ്ടിയിട്ടുള്ള അനുകൂല കമന്റുകൾ വരുന്നത് ഈ ഹൃദയബന്ധം, ഈ മനുഷ്യരെ മനസ്സിലാക്കാൻ ചെയ്യേണ്ട ഒരു പ്രധാന കർമ്മം എന്താ വെച്ചാൽ കേരളത്തിലെ സോഷ്യൽ മീഡിയയോട് നിങ്ങൾ ഒരു അഭ്യർത്ഥന നടത്തണം. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ദയവ് ചെയ്ത് നിമിഷപ്രിയയെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക. അത് ഈ പറഞ്ഞ ആളുകളും അതിനു വേണ്ടുന്ന ആളുകളും ചെയ്തുകൊള്ളും. കാരണം ഈ ഭയങ്കര നെഗറ്റീവായിട്ടാണ്. 5 വർഷമായിട്ട് ഞങ്ങൾ വളരെ കരുതലോടെ ഇതിൽ വരുന്ന വാർത്തകൾ, നിരവധിയായ സംഭവങ്ങളുണ്ട്. ചിലത് ഞങ്ങൾക്ക് ഇവിടെ പറയാൻ കഴിയാത്തതായ കുറേ കാര്യങ്ങൾ. അത് നമ്മളിപ്പോൾ സംസാരിക്കണ്ട. കാരണം വെച്ചാൽ ഘട്ടങ്ങളിലെല്ലാം എനിക്ക് ഞാൻ ചിലതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒരു സംശയം തോന്നിയില്ല. അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അങ്ങനെ കമ്മിറ്റിയിൽ തന്നെ വരുന്ന ചില ആളുകളുടെ ചില സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ കണ്ടപ്പോൾ ഇതെന്ത് എനിക്ക് സംശയം. നമ്മൾ കുറെ കൊല പക്ഷേ ഈ അബൂബക്കർ മുസ്ലിയാർ ഇത് ഇടപെടൽ വന്നപ്പോൾ എനിക്ക് തോന്നി ജെന്യൂൻ ആയിട്ടുള്ള ഈ കമ്മിറ്റി, ഇന്റർനാഷണൽ കമ്മിറ്റി കുഞ്ഞമ്മക്ക് പറഞ്ഞ പോലെ തന്നെ 138 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട് ഈ കൗൺസിൽ. ഈ കൗൺസിലിൻ്റെ വലിയ ഭാഗം ഈ വെസ്റ്റേൺ യൂറോപ്പ്, ഈസ്റ്റേൺ യൂറോപ്പ് എന്ന് വരുന്നവർക്ക് ഈ മിഡിൽ ഈസ്റ്റിലുള്ള ജീവിത വ്യവസ്ഥയോ അറിയുന്നില്ല. നിങ്ങൾ ഈ പറയുന്ന ഇപ്പം നിങ്ങളിപ്പോൾ പിന്നെ ഞാമതും സജീവും നീയൊക്കെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളുള്ള ആളുകൾ നിങ്ങളുടെ ഈ ഓർഗനൈസേഷനിലുണ്ട്. കാരണം അവർക്ക് ഈ കഫാല എന്താണെന്നറിയില്ല, മൊബിലിറ്റി എന്താണെന്നറിയില്ല, ഒരു തൊഴിലാളിയുടെ ജീവിത സാഹചര്യം. അതിൽ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ അവിടെയുണ്ട്. ഇപ്പം 130 രാജ്യങ്ങളിൽ ഏറ്റവും ബൃഹത്തായ ഒരു ഇത്രയും വലിയ മൂവ്മെൻറ്റ് നടന്നില്ല എന്ന് ഞാൻ പറഞ്ഞത്. അത് പറയുമ്പോഴും അതിൽ ഉൾക്കൊണ്ടതും അങ്ങനെ തന്നെയുള്ള ആളുകളെയാണ് ഇപ്പോഴും ഞങ്ങൾ നിലനിർത്തുന്നത്. കൊണ്ടാണ് ഞങ്ങൾ ഇക്കാര്യത്തിൽ വലിയ ജാഗ്രത വളർത്തിയിട്ടുണ്ട്. ഒരു കാര്യം പുറത്തേക്ക് പറയാതിരിക്കാനും ഇവിടുത്തെ മാധ്യമങ്ങൾ ആദ്യഘട്ടങ്ങളിൽ നന്നായിട്ട് നമ്മൾ സഹകരിച്ചിട്ടുണ്ട്. വരുന്ന വിവരങ്ങൾ, ചോർത്തി കിട്ടുന്ന വിവരങ്ങൾ പോലും പുറത്തു വിടാതിരിക്കുക, അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ വധശിക്ഷ നടപ്പാക്കാൻ പോകുന്നു 16-ാം തീയതി എന്നുള്ള വിവരം പുറത്തു വന്നതോടുകൂടി ഉണ്ടായിട്ടുള്ളൊരു വലിയൊരു തരം കുത്തൊഴുക്കുണ്ട്. ആ ഒരു കുത്തൊഴുക്ക് പക്ഷേ നമ്മളെല്ലാം പിടിവിട്ടു പോകും. ഇവർക്ക് വേണ്ടി പൈസ വിരിച്ചിട്ടുണ്ട്. ഞങ്ങളവരെ സഹായിക്കാൻ വേണ്ടി നിയമസഹായത്തിനും അവിടെയുള്ള നെഗോസിയേഷൻ്റെ ചില പ്രാഥമികമായ കാര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി എന്നുള്ള നിലയ്ക്ക് നമ്മളിവിടുന്ന് പൈസ ചില കാര്യമായിട്ടും ആക്ഷൻ കൗൺസിൽ അംഗങ്ങളുടെ കയ്യിൽ നിന്നും പിന്നെ നേരത്തെ ചില മാധ്യമങ്ങൾ വാർത്തകളുടെ പുറത്ത് നമ്മളെ സഹായിക്കാൻ തയ്യാറായ കുറേ ആളുകളുണ്ടായിരുന്നു. ആ പണം ഉപയോഗിച്ച് ഇന്ത്യൻ എംബസി വഴി അവർക്ക് ഇന്ത്യൻ എംബസി നിയോഗിച്ച അവിടുത്തെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളും പിന്നെ അതിനുവേണ്ടി സഹായം. അവിടെ ടി വിയിൽ ഒരാൾ വന്നിട്ട്
ഇതിനെതിരായിട്ടൊക്കെ സംസാരിച്ചിരുന്നില്ല, ഈ ഇടപെടലിനൊക്കെ. അതാ പറഞ്ഞത്. ആരാ? അത് അറിയില്ല. ഒരു പേരുണ്ട് ഒരാള്, അയാള് വരെ ഈ വിഷയത്തെ പോസ്റ്റ്മോർട്ടം അയാൾ ഈ ഇടപെടലിനെ വലിയ നല്ല നിലയിലല്ല കണ്ടതെന്ന് എനിക്ക് തോന്നി. അതൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണ്. ഒന്ന് ഉസ്താദിനെതിരുള്ള അജണ്ട ഭാഗമുണ്ട്, ഒന്ന് ഇസ്ലാമിസത്തിൽ തന്നെയുള്ള സെക്റ്റുകളുടെ അജണ്ടയുടെ ഭാഗമുണ്ട്. പക്ഷെ അവരാരും മനസ്സിലാക്കാത്ത ഇതൊക്കെ എന്തിലാ അത്? എന്ത് സെക്ട് ഇത്? എന്ത് ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ എല്ലാവരും പിന്തുണക്കാന്ന്, വേറെന്തോന്നാ? അല്ല, എന്തെങ്കിലും ശരിക്കൊരു കുറ്റം ചെയ്തിട്ട് കോടതി നീതിയുക്തമായി അഭിഭാഷകര് പേരെടുക്കരുതെന്ന് വിചാരിക്കണവരുണ്ടാവൂലേ? അതെ, അല്ല, പരാജയപ്പെട്ട സ്ഥലത്ത് എന്താണ് മലയാളി മനസ്സ്? പരാജയപ്പെട്ട സ്ഥലത്ത് നിയമം നടപ്പാക്കിയിട്ട് ഒരാള് വധശിക്ഷ അല്ലെങ്കിൽ മാക്സിമം പണിഷ്മെന്റ് തെറ്റാണെന്നാണ് പ്രവാസ ലോകത്തിന്റെ വാദം. അത് അറിയണം എന്താണ് വിഷയത്തിലേക്ക് നയിച്ച സാഹചര്യം. ഇതൊന്നും ചർച്ച ചെയ്യാതെ വെറും ഈ വിഷയത്തിൽ മാത്രം ഊന്നിയിട്ട് വളരെ നെഗറ്റീവ് കമന്റ്സ് ഇട്ടിട്ട് യമനിലുള്ളവർക്ക് പോലും ഇല്ലാത്ത രീതിയിൽ ഇതിനെ നെഗറ്റീവായി കാണുന്ന കൊല്ലപ്പെട്ട യമനി യുവാവിൻ്റെ ജ്യേഷ്ഠൻ്റെ അല്ലെങ്കിൽ സഹോദരൻ്റെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൻ്റെ അടിയിൽ ചെന്ന് കഴിഞ്ഞാൽ കമൻസ് മുഴുവൻ മലയാളികളാണ്. മലയാളത്തിൽ കമൻറ്റ് ചെയ്ത് വിദ്വേഷ പരാമർശങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക അറബിയിലേക്ക്. ഇപ്പം സുഫി വര്യൻ്റെ ഹബീബ് ഉമറുണ്ട്. അപ്പം തരീം എന്ന് പറയുന്ന സൗത്ത് യമൻ്റെ പ്രദേശത്താണ്. അദ്ദേഹം അവിടുത്തെ വലിയ ആത്മീയ നേതാവാണ്. നേരത്തെ ഇപ്പോൾ ഹൂത്തികൾ നിയന്ത്രണത്തിലുള്ള നോർത്ത് യമൻ്റെ ഇപ്പോൾ ഈ തലാലിൻ്റെ കുടുംബം നിൽക്കുന്ന പ്രദേശത്തും വലിയ രീതിയിൽ സൂഫി സ്വാധീനവും അദ്ദേഹത്തിന് തന്നെ നേരിട്ട് സ്വാധീനവുമുള്ള ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും അതൊരു വലിയ മൂവ്മെൻ്റാണ്. അവിടെയാണ് നമ്മുടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രസക്തി നിലനിൽക്കുന്നത്. അദ്ദേഹം ആ നിലയ്ക്ക് ഇടപെട്ടു. ഉണ്ട്. ഞങ്ങൾ ഇതിന്റെ മുൻപ് 2 വർഷം മുൻപ് ഞങ്ങൾ വീണ്ടും ഇപ്പൊ ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടു. നെഗറ്റീവായിട്ടും വർക്ക് ചെയ്യുന്ന ആളുകൾ നെഗറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉസ്താദ് അതിൽ കിന്നനാവരുത്, പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ആക്ഷൻ കൗൺസിലിന്റെ പലരും ലോകത്തിന്റെ പല ഭാഗങ്ങളിലാണ്. ജയൻ ലണ്ടനിലാണ്, ആഷിഖ് ലണ്ടനിലാണ്, യു എയിൽ OV മുസ്തഫ അടക്കമുള്ളവരുണ്ട്, സൗദിയിലുണ്ട്. ഇവിടെ കോഴിക്കോടുള്ള 2 പേര് കുഞ്ഞഹമ്മദും. ഒരു കാര്യം ഞാൻ പറയട്ടോ, നിങ്ങളെ ആക്ഷൻ കൗൺസിലിന്റെ ഈ പബ്ലിസിറ്റി വളരെ മോശമാണ്. ഞങ്ങൾ ചെയ്യാത്തതാണ് വേണ്ടി. ഞങ്ങൾ എന്തുകൊണ്ടാണെന്ന് ഞാനില്ല പ്രവാസ ലോകം ഇതിനെ കാണുന്നത് 10,000-ഓളം തടവുകാർ വിവിധ ജയിലുകളിൽ, ഇന്ത്യൻ തടവുകാർ വിവിധ ജയിലുകളിൽ കഴിയുന്നുണ്ട്. 49 പേരാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ 1 നിമിഷപ്രിയാണ്. അബ്ദുറഹീമിൻ്റെ വധശിക്ഷയുടെ വിഷയം PTക്ക് അറിയാം, നമുക്ക് 2 പേർക്കും അറിയാം, ലോക ജനതക്കും അറിയാം. പക്ഷെ നിമിഷപ്രിയയുടെ കാര്യത്തിൽ വേണ്ട വിധത്തിലുള്ള ഒരു നിയമസഹായം പ്രൊവൈഡ് ചെയ്യാൻ എംബസിക്ക് സാധിച്ചില്ല. എംബസി ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പം നമ്മളിപ്പോൾ ഇത്രയേ പറയുന്നുള്ളൂ, ഇതുപോലുള്ള അവസ്ഥകളിൽ ചെന്നുപെടുന്ന പ്രവാസികൾക്ക് കൂട്ടായ്മയായിട്ട് കരുതലായിട്ട് നിൽക്കാൻ ലോക ജനതയുടെ മുമ്പിൽ ഒരു തെളിവ് അബ്ദുറഹീമിന്റെ കാര്യത്തിൽ നമ്മൾ കാണിച്ചു. വിയോജിപ്പല്ലോ നിമിഷയുടെ കാര്യത്തിൽ നമ്മൾ കാണിക്കും എന്ന് വരേണ്ട ഒരു സമയമാണ്. PT പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഹബീബ് ഉമറിൻ്റെ സാന്നിധ്യം ഇവിടെ വന്നു പോകും നോക്കാം. ഹബീബ് ഉമറിൻ്റെ വഴി തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഓപ്പറേഷൻ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരു ഡെലിഗേഷന് അങ്ങ് യമനിലേക്ക് അയക്കണം. ആ ഡെലിഗേഷനിലെ 2 പ്രധാനികൾ മർക്കസിൽ നിന്നുള്ള ആളുകളാണ്. മർക്കസിലുള്ള ഒന്ന് AP ഉസ്താദിനെ എടുക്കുന്ന ഏറ്റവും വലിയ ഒരു മുൻകൈയുടെ ഒരു ഉദാഹരണം, അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയെയാണ് ഒരു ഡെലിഗേഷനായിട്ട് ഒരാൾ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകനെയാണ് 2 പേരിൽ ഡെലിഗേഷനിൽ ഒരാൾ യമനിലേക്ക് പോകാൻ വേണ്ടി സുപ്രീം കോടതിൻ്റെ മുമ്പാകെ കൊടുത്ത ഹർജിയിൽ അതാ പറഞ്ഞു. അതോടൊപ്പം തന്നെ വേറൊരാളെന്ന് പറഞ്ഞാൽ 6-7 ഭാഷയിൽ, പ്രത്യേകിച്ച് ഇറാനിയൻ ഭാഷയിലൊക്കെ പിന്നെ അറിയുന്ന ആൾ, ശരീഅത്ത് ലോയിൽ ഡോക്ടറേറ്റുള്ള ആൾ, ഒരു ഹുസൈൻ ചുള്ളിക്കോട് എന്ന് പറയുന്ന ഒരു സഖാഫിയാണ്. അതിന് അങ്ങനെ 2 പേരാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ എന്തിനാന്ന് വെച്ചാൽ അങ്ങനെ 2 ആളെങ്കിലും, ഇപ്പോൾ അതിൽ നമ്മൾ 5-6 ആളുകൾ, ഇപ്പോൾ സജീവിൻ്റെ എൻ്റെയും ഈ കേസ് നടത്തുന്ന സുഭാഷിൻ്റെ ഒക്കെ ഉണ്ട്, അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്ര. അപ്പോൾ ഞങ്ങളാരും ഇല്ലെങ്കിലും ഈ 2 ആളുകളെങ്കിലും ഈ ഇന്ത്യ ഗവൺമെൻറ്, ഇപ്പം സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനോട് അനുമതി ചോദിക്കാനാണ്. ഞങ്ങൾ ഇന്നലെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് അനുമതി ചോദിച്ചു. ആ ചോദിച്ചതിൽ കേന്ദ്ര ഗവൺമെൻറ് എങ്ങനെ പ്രതികരിക്കുമെന്ന് ഇപ്പം നമുക്ക് പറയാൻ കഴിയില്ല.
അങ്ങനെ പ്രതികരിക്കുന്ന എല്ലാവരും പോകണമെന്നില്ല. ഇപ്പോൾ ലിസ്റ്റ് കൊടുത്തെങ്കിലും 1-2 ആളുകൾ, ഈ മർക്കസിലെ ആളുകളെങ്കിലും അവിടെ പോയാൽ, കാരണം ഈ പറഞ്ഞ ഈ അബൂബക്കർ ഉസ്താദിൻ്റെ മകൻ പേരക്കുട്ടി അവിടെ പഠിച്ച ആളാണ്, അവിടെ യമനിൽ പഠിച്ച ആളാണ്. അവിടെ യമനിൽ പഠിച്ച ഒരുപാട് ആളുകൾ ഇപ്പം മർക്കസിൻ്റെ അകത്ത് ഇപ്പം ഉണ്ട്. അവർക്കൊക്കെ വലിയ ബന്ധമാണ് യമനുമായിട്ട്. ആ ബന്ധത്തെയാണ് നമ്മൾ ഇപ്പം നിലവിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത് തുടരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് പിന്നെ ഉസ്താദിനെ ഈ മാനസികമായി മടുപ്പിക്കാനുള്ള രീതിയിലാണ് ഇപ്പം നടക്കുന്നത്. അതിനെ നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോകും. 2 വർഷം മുൻപ് ഞങ്ങൾ ഇതേപോലെ തന്നെ സമീപിച്ചിരുന്നു. അന്ന് ഈ അബി ഉമർ കേരളം സന്ദർശിക്കുന്ന അവസ്ഥ, മർക്കസ് സന്ദർശിക്കുന്ന ഘട്ടത്തിലാണ്. അന്ന് ഇത് മനസ്സിലാക്കി ഞങ്ങൾ ഇടപെടാൻ നോക്കി. അക്കാലത്ത് അദ്ദേഹം ആരോഗ്യപരമായ കുറേ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞ് നോക്കാമെന്നുള്ള നിലയ്ക്ക് അവരത് അന്ന് മാറ്റിവെക്കുകയുണ്ടായത്. അപ്പോൾ ഈ എക്സിക്യൂഷൻ പെട്ടെന്ന് നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് തന്നെ അദ്ദേഹം അതിനുവേണ്ടി മുന്നോട്ട് ഇറങ്ങുകയും നീങ്ങുകയും ചെയ്തത്. അന്നേ ദിവസം തന്നെ ഞങ്ങൾ അവിടെ മർക്കസിലുണ്ടാവുകയും ഞങ്ങൾ ഇടപെടുകയും ഇപ്പം നിരന്തരം ഞങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വലിയ ഏത് ധാരയിലൂടെയാണോ ഇത് നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുക. കാരണം 5 വർഷത്തെ നിരവധി അനുഭവങ്ങൾ ഞങ്ങളുടെ മുന്നിലുണ്ട്. പലതരം സഹായങ്ങൾ പല രീതിയിൽ, അത് ഡിപ്ലോമാറ്റിക്കലായിട്ടുള്ളതുണ്ട്, അന്തർദേശീയ തലത്തിലുണ്ട്, സുപ്രീം കോടതി ജഡ്ജിമാർ ഉൾപ്പെടെ ഇടപെട്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി വ്യവസായ പ്രമുഖർ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പം യമനികളായ ആളുകൾ മിഡിൽ ഈസ്റ്റിലൊക്കെ ധാരാളം ഉണ്ടല്ലോ. അത്തരം എല്ലാ സംവിധാനങ്ങളെയും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതും ഇപ്പോഴത്തെ ഘട്ടത്തിൽ എഫക്റ്റീവായിട്ട് ഉണ്ടെന്ന് തോന്നുന്നതും ഇപ്പം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലാണ്. അപ്പോൾ ഹൂത്തികൾക്ക് സ്വാധീനമുള്ള സ്ഥലമാണ്, ആ ഹൂത്തികൾക്ക് സ്വാധീനമുള്ള സ്ഥലമാണ് ഇറാൻ തിരിച്ചും. അപ്പം ഇറാൻ ഇടപെട്ടാൽ ഇത് വളരെ നിഷ്പ്രയാസം ഇത് സാധ്യമാകും. ആ രീതിയിലുള്ള ഒരു ഇടപെടൽ ഗവൺമെൻറ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കി നടത്തണം എന്നുള്ള റിക്വസ്റ്റും കൂടി. ഇറാൻ പശ്ചിമേഷ്യയിലെ വലിയ ശക്തിയായിട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ ഞാനത് അവസാനിപ്പിക്കുന്നത് ഖാദി മുഹമ്മദിൻ്റെ 2 വരി ഉണ്ട്, അത് പറഞ്ഞുകൊണ്ടാണ്. ഖാദി മുഹമ്മദ് മൊഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് എഴുതിയ കാവ്യമാണ് മൊഹീദ്ദീൻ മാല. അപ്പോൾ മൊഹീദ്ദീൻ മാലയിൽ പറയുന്നുണ്ട്, ഹല്ലാജെ കൊല്ലുന്നാൾ അന്നു ഞാനുണ്ടെങ്കിൽ അക്കൈ പിടിച്ചേനെ എന്ന് പറഞ്ഞോവർ. കേട്ടല്ല, ഹല്ലാജിനെ കൊല്ലുന്ന കാലത്ത് ഞാനുണ്ടായിരുന്നെങ്കിൽ, ആര് 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മൊഹീദ്ദീൻ ഷെയ്ഖ്, ഇറാഖിൽ ജീവിച്ച മൊഹീദ്ദീൻ ഷെയ്ഖ് ഉണ്ടായിരുന്നെങ്കിൽ ആ കൈ ഞാൻ പിടിച്ചേനെ, ഞങ്ങൾ കൊലക്കെതിരാണ് എന്നാണ് ഖാദി മുഹമ്മദ് പറഞ്ഞത്. എല്ലാ കൊലകൾക്കും എതിരാണ്, ഹല്ലാജിനെ പോലും കൊന്നത് ഉണ്ടെങ്കിൽ ഞാൻ ആ കൈ പിടിച്ചേനെ എന്ന് മൊഹീദ്ദീൻ ഷെയ്ഖ് പറയുന്നതായിട്ട് ഖാദി മുഹമ്മദ് പറയുന്നത് കൊല ഒന്നിനും പരിഹാരമല്ല